നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് പ്രധാന വാർത്തകൾ. മാനന്തവാടി നഗരപരിധിയിൽ CRPC 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നഗരപരിധിയിൽ ആരും കൂട്ടം കൂടി നിൽക്കാൻ പാടുള്ളതല്ല. മാനന്തവാടിയെ വിറപ്പിച്ച കാട്ടാനയെ മയക്കുവെടി വെക്കാനാകാതെ സംഘം. വെടിവെച്ചാൽ ജനവാസ മേഖലയിലേക്ക് ഓടിക്കയറുമോ എന്ന ആശങ്ക. ശ്രമം തുടർന്ന് സംഘം. കർണാടക ഫോറസ്റ്റിന്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രദേശത്ത് നിരോധനാജ്ഞ. എടക്കരങ്ങാടിയിലെ മലപ്പുറം എടക്കര ടൗണിൽ കാട്ടുപോത്ത്. മതേതരത്വം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന സർക്കാർ എന്ന് നിർമ്മല സീതാരാമൻ. UPA ഭരണം ഇന്ത്യയുടെ 10 വർഷം നഷ്ടപ്പെടുത്തി. ഇന്ത്യ സാമ്പത്തിക വളർച്ചയുടെ വഴിയിലെന്നും ധനമന്ത്രി. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ രാഹുൽ ജോഷിക്ക് അനുവദിച്ച പ്രത്യേകാഭിമുഖം. ആലപ്പുഴയിൽ G സുധാകരൻ മത്സരിക്കുമോ? ഐസക്കിനൊപ്പം സുധാകരന്റെ പേരും പരിഗണനയിൽ. വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എല്ലാ ബഹുമാനവും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം. പ്ലീസ് ഞാൻ ക്ലോസ് വായിക്കാം. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. കോടതിയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന് സ്പീക്കർ. ആരോപണത്തിന് പിന്നിൽ BJP എന്ന് MV ഗോവിന്ദൻ. കേന്ദ്രവിരുദ്ധ പ്രമേയം നിയമസഭയിൽ. ആഭ്യന്തര വളർച്ച ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറഞ്ഞു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. കേന്ദ്രവീതത്തിൽ 4.6% കുറവെന്നും ആഭ്യന്തര കടം കൂടിയെന്നും റിപ്പോർട്ടിൽ. നിശ്ചയമായും നമ്മുടെ ക്വസ്റ്റൻ ഔട്ട് ഓഫ് 20 ഔട്ട് ഓഫ് 20 അതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. അതാണ് അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. നമുക്ക് 100% നമുക്ക് പഴയ കാലത്തെ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ അനുകൂലമായ കാലാവസ്ഥയല്ലേ, അതിനേക്കാൾ നല്ല കാലാവസ്ഥയല്ലേ. അന്ന് 19 കിട്ടിയ നമുക്ക് 20 എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊള്ളാവുന്നൊരു നേതാവിനെ ഇരുത്തിയാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ലക്ഷ്യം 20 സീറ്റെന്ന് K സുധാകരൻ. ആലപ്പുഴ പിടിച്ചെടുക്കും. PV അൻവറിന് പരിഹാസം. ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജകേഷൻസ് പറയുമ്പം അതിനകത്ത് ഒരു 5% യാഥാർത്ഥ്യം വേണം. ഇത് 1% പോലും യാഥാർത്ഥ്യമില്ലാത്ത ഒരു കൺസെപ്റ്റ് മനസ്സിലിരുന്ന കൊണ്ടു നടന്ന കൺസെപ്റ്റാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തി സംസാരിച്ചത്. 3ാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ്. തമിഴക വെട്രിക്കഴകം എന്ന പേര്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജാർഖണ്ഡിൽ ചെമ്പൈ സോറൻ അധികാരമേറ്റു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം. അറസ്റ്റിനെതിരായ ഹേമന്ത് സോറന്റെ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. ഒഡീഷ FCയെ നേരിടും. മത്സരം ന്യൂസ് 18 തത്സമയം. വയനാട് മാനന്തവാടി നഗരത്തിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാനയെ മയക്കുവെടി വെക്കുന്നത് വൈകുന്നു. ആദ്യം ആന നിലയുറപ്പിച്ച സ്ഥലത്തുനിന്ന് മാറിയതോടെ മിഷൻ തണ്ണീർ അനിശ്ചിതത്വത്തിലായിരുന്നു. സമീപത്തെ കുന്നിലേക്ക് കയറിയ ആന തിരിച്ച് വാഴത്തോട്ടത്തിലേക്ക് എത്തി. ഇന്നലെ രാത്രിയാണ് വയനാട് തലപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ ജനവാസ മേഖലയിൽ 3 ആനകൾ ഇറങ്ങിയത്. ഇതിൽ 2 ആനകളെ കാട് കയറ്റിയെങ്കിലും ഒരെണ്ണം ജനവാസ മേഖലയിലൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. രാവിലെ 6 മണി മുതൽ മാനന്തവാടി നഗരത്തോട് ചേർന്നുള്ള പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാന. മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകുമെന്ന് വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച്
തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. വിവരം അവരെയും അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണങ്ങൾ എത്തിയിട്ടുള്ളത് കൂടാതെ മുത്തങ്ങിയിൽ നിന്ന് ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുങ്കിയാനകളും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ മയക്കുവെടി വെക്കാനുള്ള അന്തിമ തീരുമാനം എടുത്തോ? അതിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ആ തീരുമാനം എടുത്തിട്ടാണ് ഫോറസ്റ്റിൻ്റെ സീനിയർ ഓഫീസർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാഡം അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരാരെങ്കിലും വരുന്നുണ്ടോ മാഡം? അവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യമുണ്ടെങ്കിൽ എത്താൻ അറിയിച്ചിട്ടുണ്ട്. വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അക്രമങ്ങളൊന്നും രാത്രി തുടങ്ങി ചെയ്തിട്ടില്ല. ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ച് കർണാടക ഭാഗത്തേക്ക് വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ആനയിറങ്ങിയ സാഹചര്യത്തിൽ മേഖലയിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക വനമേഖലയിൽ നിന്നാണ് എത്തിയത്. ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതുവരെ മയക്കുവെടി വെക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് നിലവിലെ പ്രതിസന്ധി? ധന്യ, കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി ആനയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു കള്ളനും പോലീസും കളി നടക്കുകയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഔദ്യോഗിക തലത്തിൽ വെടിവെക്കാൻ ഉത്തരവ് ഇറങ്ങിയെങ്കിലും അത് ഉത്തരവായി പുറത്തിറങ്ങാനുള്ള ഒരു സമയ പരിധി ഉണ്ടായിരുന്നു. ആ സമയം അത്രയും ഏതാണ്ട് 2-2.5 മണിക്കൂർ ഈ വാഴത്തോപ്പിന്റെ ഒരു വശത്ത് ആന തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും ഒരു മറുവശത്ത് പോലീസും വനംവകുപ്പും ഒക്കെ ചേർന്ന് വെടിവെപ്പിനുള്ള സന്നാഹം ഒരുക്കി തോക്കുമായി ഡോക്ടർ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ വളരെ പെട്ടെന്ന് ആ നിലനിന്ന സ്ഥലത്തു നിന്നും ആന ഈ വാഴത്തോട്ടത്തിനുള്ളിലേക്ക് നീങ്ങി. അതിനുശേഷം വാഴത്തോട്ടത്തിന്റെ മറുവശത്തേക്ക് നീങ്ങി. തുടർന്ന് വീണ്ടും വാഴത്തോട്ടത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പിന്നീട് വീണ്ടും സമീപത്തുള്ള ആ കുന്ന് കയറി മുകളിലേക്ക് പോവുകയായിരുന്നു. ആ വശം ഒരു ജനവാസ മേഖലയാണ്. ആളുകളേറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഒരു ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നു, ഒരു കോളനി സ്ഥിതി ചെയ്യുന്നു. ഒപ്പം ഈ പട്ടണത്തിന്റെ മറ്റൊരു വശത്തേക്കുള്ള സ്ഥലം കൂടിയാണ്. എന്തായാലും അവിടത്തേക്ക് കൂടുതൽ ദൂരത്തേക്ക് ആന പോകുമോ എന്നത് ആശങ്ക ഉയർത്തിയിരുന്നു. എന്നാൽ കുറച്ചു നേരം അവിടെ നിലയുറപ്പിച്ച ശേഷം ആന താഴേക്ക് പോരുകയായിരുന്നു. വീണ്ടും ആ വാഴത്തോട്ടത്തിലൂടെ മുന്നോട്ട് നടന്ന് ആ വാഴത്തോട്ടത്തിനപ്പുറമുള്ള കാടിനോട് ചേർന്ന ഇടത്ത് നിലയുറപ്പിച്ചു. അതിനുശേഷം വീണ്ടും വാഴത്തോപ്പിലേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് മുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ കല്ലും മറ്റും താഴേക്ക് എറിഞ്ഞ് ആനയെ ഒരു വശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിൽ പെട്ടെന്ന് പ്രകോപിതനായി വീണ്ടും കുന്നിലേക്ക് കയറിപ്പോയെങ്കിലും അവിടെ നിന്നുള്ള ഒച്ചയും ബഹളവും ഒക്കെ കണക്കിലെടുത്ത് ആന വീണ്ടും താഴേക്ക് വരികയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വാഴത്തോപ്പിൽ തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ വാഴത്തോപ്പിന്റെ 4 വശവും ഇപ്പോൾ ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഏതെങ്കിലും ചെറിയ നീക്കങ്ങൾ ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായല്ല ആ സമയം തന്നെ അതിനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുകയും പിന്നീട് വെടിവെച്ച് പിടികൂടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ 4 വശത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് എത്തിക്കേണ്ട ദിശയ്ക്ക് മറുവശത്ത് എത്തുമ്പോൾ അവിടെ നിന്നും കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ മറ്റു സാമഗ്രികൾ വലിച്ചെറിഞ്ഞ് ആനയെ ഈ വെടിവെക്കാൻ പറ്റുന്ന സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ദൃശ്യപരിധിയിൽ ആന ഇല്ലാത്ത സമയത്ത് വെടിവെക്കുക ബുദ്ധിമുട്ടാണ്. ഒപ്പം ആനയെ കൊണ്ടുപോകുന്ന അടക്കമുള്ള സൗകര്യങ്ങൾ, കുങ്കിയാനകളെ ഒക്കെ ഉപയോഗിച്ച് ആനയെ വാഹനത്തിലേറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അത്തരം സൗകര്യങ്ങളൊക്കെ നോക്കി വേണം ഉചിതമായൊരു സ്ഥലത്ത് വെച്ച് ആനയെ വെടിവെക്കാൻ. നേരത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ യോഗങ്ങളൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ ഒരു അന്തിമ പദ്ധതി തയ്യാറാക്കിയത്. പക്ഷേ രാവിലെ മുതൽ ആന കൃത്യമായൊരു സ്ഥലത്ത് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകളെ വെട്ടിച്ച് വാഴത്തോപ്പിലേക്കും തിരിച്ചുമൊക്കെ ഇപ്പോൾ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിഷൻ വൈകുകയാണ്. ഒരുപക്ഷെ നാട്ടുകാർക്ക് ആശങ്ക ഉയർത്തിയാണ് ഈ ദൗത്യം വൈകുന്നത്. കാരണം രാത്രിയായാൽ പിന്നീട് ഈ ആന എങ്ങോട്ട് പോകും എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം പറയാൻ പറ്റില്ല. ഒരു വലിയ ജനക്കൂട്ടം ഈ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ കുന്നിന്റെ മുകളിലും ജനക്കൂട്ടം നിൽക്കുകയാണ്. അവർ അതൊരു വലിയ ബുദ്ധിമുട്ടാണോ? കാരണം ആളുകളെ കണ്ടിട്ട് ആന ഈ സംഘം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയില്ലെങ്കിൽ ഇപ്പോൾ സൺലൈറ്റ് പോലും പോകാനുള്ള സമയമാവുന്നു. ഇന്ന് പിടിച്ചില്ലെങ്കിൽ രാത്രി വലിയ ബുദ്ധിമുട്ടിലാകും. അപ്പോൾ ഈ ആളുകളെയൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങൾ കൂടി നോക്കുന്നുണ്ടോ?
തീർച്ചയായും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അവർ ജനക്കൂട്ടത്തോട് നിശബ്ദമായി നിൽക്കൂ, ആനയെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശങ്ങളൊക്കെ ഇടയ്ക്ക് നൽകുന്നുണ്ട്. പക്ഷേ വലിയ ഒരു കൂട്ടമാണ്, നൂറുകണക്കിന് ആളുകളാണ് ഓരോ വശത്തുമുള്ള ആ കുന്നിന്റെ മുകളിലും ഒപ്പം സമീപത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിലുമൊക്കെ നിൽക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ജിൻസ് കൂടി ചേരുന്നുണ്ട്. ജിൻസിനോട് ചോദിക്കാം. ജിൻസ്, ഈ വെടിവെപ്പിനുള്ള അല്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എവിടം വരെയായി? എന്താണ് വീണ്ടും കാര്യങ്ങൾ? ഈ ആന അപ്രത്യക്ഷമായതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ദൃശ്യ പരിധിയിലായിരുന്നു നിന്നിരുന്നത്, അവിടുന്ന് വാഴത്തോപ്പിന്റെ ഉള്ളിലേക്ക് പോയതാണ് ഇപ്പോൾ മിഷൻ കുറച്ചുകൂടി കടുപ്പമാക്കുന്നത്. സമയം സന്ധ്യയായാൽ വീണ്ടും കാര്യങ്ങൾ ദുഷ്കരമാവും അല്ലേ? തീർച്ചയായും അനീഷ്, നേരം സന്ധ്യയായി കഴിഞ്ഞാൽ ഈ ദൗത്യത്തിനെ ഏറെ ബാധിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ പറയാനുള്ളത്. ഈ ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മയക്കുവെടി വിദഗ്ധരടക്കമുള്ളവർ ഈ പ്രദേശത്ത് നിൽക്കുന്നത്. ആന അല്പസമയം മുൻപ് ഈ ഗ്രൗണ്ടിനോട് ചേർന്ന പ്രദേശത്ത് എത്തിയെങ്കിലും പിന്നീട് തൊട്ടടുത്തുള്ള കുന്നിലേക്ക് ഓടി മറിയുകയായിരുന്നു. പിന്നീട് അവിടെ RRT സംഘം ഉൾപ്പെടെ എത്തുകയും പിന്നീട് ആനയെ വീണ്ടും തിരിച്ച് ഈ വാഴത്തോപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴും നിലവിൽ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു സന്ദർഭം ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് എത്തിക്കലാണ് ആദ്യം ചെയ്യുക. അതിനുശേഷമായിരിക്കും ഇവിടെ വെടിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇരുട്ട് വീഴുന്നതിന് മുൻപേ ഈ ദൗത്യം പൂർത്തീകരിക്കണമെന്നുള്ള ഒരു വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. ഈ കുന്നിനോട് ചേർന്ന പല ഭാഗങ്ങളിലും RRT സംഘം ഉൾപ്പെടെ ചുറ്റും നിന്നുകൊണ്ടാണ് ഈ ആനയെ ഈ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. എന്തായാലും ഈ ആനയെ പിടികൂടിയ ശേഷം കർണാടകയിലെ ബന്ദിപ്പൂർ കബനി മേഖലയിലേക്ക് കൊണ്ടുവിടും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ പിടികൂടാനുള്ള, മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത്. ദൗത്യ സംഘം ശ്രമം തുടരുകയാണ്. കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ചിരുന്നു. പക്ഷേ ഈ കാട്ടാന നിന്ന സ്ഥലത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറുന്നത് വെടിവെക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്തുന്നു. അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ദൗത്യസംഘം ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പം ഈ വാഴത്തോട്ടത്തിലുള്ളപ്പോൾ വലിയ കൃഷിനാശം, അത് ഒരു കാര്യം. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ പകൽ സമയം തീരുന്നു എന്നുള്ളതാണ്. അത് എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. ഇന്ന് സാധിച്ചില്ലെങ്കിൽ രാത്രിയിലേക്കുള്ള ധന്യ, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിനോട് ചേർന്ന് തമ്പടിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അവിടെ നിന്നും വളരെ പെട്ടെന്ന് മറുവശത്തേക്ക് ഓടി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം വാഴത്തോട്ടത്തിനുള്ളിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആനയുടെ നീക്കം അകത്തു നിന്നും പുറത്തേക്കുള്ള ഒരു നീക്കം കണ്ടു കാണും. അതുകൊണ്ടാവണം പെട്ടെന്ന് ഉദ്യോഗസ്ഥർ മറുവശത്തേക്ക് ഓടുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത്. നേരത്തെയും ഒരു ഘട്ടത്തിൽ ആന പ്രകോപിതനായിരുന്നു. കാരണം ഈ കുന്നിൻ മുകളിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും താഴേക്ക് കല്ലുകൾ എറിഞ്ഞ് ആനയെ ഈ വാഴത്തോട്ടത്തിന്റെ ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിൽ പ്രകോപിതനായി വളരെ പെട്ടെന്ന് തിരിച്ച് കുന്നിൻ മുകളിലേക്ക് കയറുന്ന കാഴ്ച കണ്ട്. എന്തായാലും അതിൽ കാര്യമായൊരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്നുമുള്ള ആരവങ്ങൾ കേട്ട് ആന വീണ്ടും ഈ വാഴത്തോപ്പിനുള്ളിലേക്ക് തന്നെ പോരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വാഴത്തോപ്പിനുള്ളിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വാഴത്തോപ്പിനകത്ത് നിലയുറപ്പിച്ചാൽ ആനയെ വെടിവെക്കുക അസാധ്യമാണ്. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിഴൽ ചാഞ്ഞു തുടങ്ങുന്നു. ഏതാണ്ട് സായാഹ്നമാണ് എത്തിയിരിക്കുന്നത്. അധികം വൈകാതെ ഇരുട്ടിലേക്ക് നീങ്ങിയാൽ പിന്നീട് ഈ ദൗത്യം ദുഷ്കരമാവും. ഒപ്പം ജനവാസ കേന്ദ്രമാണ്. ഏത് തരത്തിലാവും പിന്നീടുള്ള ഒരു സാഹചര്യങ്ങൾ ക്രമീകരിക്കുക എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വെയിൽ താഴ്ന്ന് സായന്തനത്തിലേക്ക് കയറി രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ ആനയെ പിടികൂടിയില്ലെങ്കിൽ അത് കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീക്കും. കാരണം മാനന്തവാടി ടൗണിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ടൗണിൽ നിന്നും വെളിപ്പാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വാഴത്തോപ്പാണിത്. ഇവിടെ നിന്നും പെട്ടെന്ന് കയറിയാൽ ആ ടൗണിലേക്കാവും പോവുക. ഈ ചെരുവിന്റെ എല്ലാ വശത്തും വീടുകൾ സ്ഥിതി ചെയ്യുന്നു, ഹോസ്റ്റലുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ വളരെയേറെ ജനവാസമുള്ള മേഖലയായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്രയും ആയതുകൊണ്ട് തന്നെ രാത്രി ഇത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രി അവിടെ നിൽക്കാനുള്ള വനപാലകരുടെ സംഘം, അവരുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്? അവിടെ നിന്ന്
ആളുകളെ മാറ്റേണ്ടതില്ലേ? ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഓരോ സ്ഥലമായതുകൊണ്ട് നിമിഷങ്ങൾ കഴിയുന്തോറും ആനയെ എങ്ങനെ പുറത്തേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലും ആനയെ ആ ദൃശ്യ പരിധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സമയം പോകും തോറും ദൗത്യം ദുഷ്കരമാവുന്ന ഒരു സാഹചര്യം. രാത്രി കഴിഞ്ഞാൽ ആന ഏത് രീതിയിലേക്ക് പോകും, ഏത് തരത്തിലാവും ആനയുടെ പ്രതികരണം എന്നത് പ്രവചനാതീതമാണ്. കാരണം ഹസനിൽ വളരെയേറെ നാശങ്ങൾ വരുത്തിയ ഒരു ആനയാണിത്. ആ ആനയെ അവിടെ നിന്നും മയക്കോട് വെച്ച് പിടികൂടി കുങ്കയാനകളെ കൊണ്ടുപോലും തളയ്ക്കാൻ കഴിയാതെ വന്ന ഒരു വന്യത പ്രകടിപ്പിക്കുന്ന ഒരു കാട്ടാനയാണിത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പിടികൂടി റേഡിയോ കോളറിട്ട് നിരീക്ഷണത്തിന് വിധേയമാക്കാൻ കഴിയുന്ന രീതിയിൽ കാട്ടിലേക്ക് അയച്ചത്. എന്നാൽ കാട്ടിൽ നിന്നും പുറത്തേക്ക് കടന്ന ആന ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും എത്തിയപ്പോൾ ആശങ്ക വിധിച്ചിരിക്കുന്നു. നേരത്തെ ആളുകളും മറ്റുമൊക്കെ നാട്ടുകാർ നമ്മോട് പറഞ്ഞത് ആന സമാധാനകാംക്ഷിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് ഭയമില്ല എന്നൊക്കെ പറയുമ്പോഴും ആ സമയം കഴിയുന്നു, സന്ധ്യയാവുന്നു. ഉദ്യോഗസ്ഥർ തോക്കുകളുമായി അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ഒരു വശത്ത് ഉദ്യോഗസ്ഥരുടെ ഒരു നീക്കം നമുക്ക് ഈ താഴത്തെ ഗ്രൗണ്ടിൽ ആ ഭാഗത്ത് കുളത്തിന് സമീപം ഉള്ള സ്ഥലത്തൂടെ തൂക്കുകളുമൊക്കെയായി ഉദ്യോഗസ്ഥർ ഡോക്ടറുമൊക്കെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഈ ദൗത്യത്തിലേക്ക് കടക്കണം. കാരണം ദൗത്യം ഇനി വൈകിച്ചാൽ അത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കും. ഒപ്പം രാവിലെ മുതൽ ഇത്രയും മണിക്കൂറുകൾ ഈ ആനയെ വളരെ കൃത്യമായ ഒരു രീതിയിൽ കിട്ടിയിട്ടും എന്തുകൊണ്ട് വെടിവെച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ ഇത്ര ഇഴഞ്ഞു നീങ്ങുന്നു എന്ന വിമർശനമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഹലോ, അനീഷിലേക്ക് തിരിച്ചെത്താം. ജിൻസ് കൂടി ചേരുന്നുണ്ട്. ജിൻസ്, ഈ ആളുകളെ അവിടെ നിന്ന് ഇന്നിപ്പം ഈ ദൗത്യം നടന്നില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ആന എങ്ങോട്ട് പോകും, എങ്ങനെ പോകും എന്നൊന്നും പറയാൻ സാധിക്കില്ല. ആളുകളെ മാറ്റുന്നതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ദൗത്യ സംഘത്തിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്? കൂടുതൽ സംഘത്തെ നിയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? നിലവിൽ ഈ പ്രദേശത്ത് രാവിലെ മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനന്തവാടിയിലും അതുപോലെ തന്നെ എടവക പഞ്ചായത്തിലുമാണ് ആദ്യം ഈ കാട്ടാന എത്തുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ കാട്ടാന പായോട് പ്രദേശത്ത് നാട്ടുകാർ കാണുന്നത്. അതിനുശേഷമാണ് ഈ കാട്ടാന പായോട് പ്രദേശത്ത് നാട്ടുകാർ കാണുന്നത്. അതിനുശേഷമാണ് ഇത് വീണ്ടും ഈ മാനന്തവാടി നഗരസഭയിലേക്ക് എത്തുകയും പിന്നീട് പോലീസ് സ്റ്റേഷൻ അടുത്തു ചേർന്നിട്ടുള്ള ഒരു വയലിലേക്ക് ഇത് എത്തുകയും ചെയ്തത്. ഇപ്പോൾ മണിക്കൂറുകളോളം ഇവിടെ തമ്പടിച്ചിരുന്ന ഈ ആനയെ ഈ കൃത്യമായിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്ക്, ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും നേരം ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ദൗത്യം നടത്തണമെന്നുള്ള ഉറച്ച ഇതിൽ തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും മയക്കുവെടി വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ അജയ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ഉണ്ട്. സന്ദർഭം ഒത്തുവന്നാൽ ഉടനെ വെടിവെക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ഈ ദൗത്യം വളരെ ദൗർഭാഗ്യകരമാകും എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനെ ഈ സമീപത്തെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ശരി അനീഷ, ആന നേരത്തെ ആ കുഴിയിലേക്ക് പോയിരുന്നു, അവിടെ നിന്ന് വീണ്ടും വാഴത്തോപ്പിലേക്ക് തന്നെ എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ധന്യ, ആന ഇപ്പോഴും വാഴത്തോപ്പിൽ തന്നെയാണുള്ളത്. നേരത്തെ വാഴത്തോപ്പിന്റെ ആദ്യം എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ഈ വിശാലമായ തുറസായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മേഖലയിലാണ്. അവിടെ ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ആന നിലയുറപ്പിച്ചിരുന്നു. അതിനുശേഷം വെടിവെക്കുന്നതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയ സമയത്താണ് ഈ വാഴത്തോപ്പിന്റെ മറുവശത്തേക്ക് ആന നീങ്ങിയത്. അതിനുശേഷം ആ വശത്തു നിന്നും സമീപത്തുള്ള കുന്നു കയറി കുന്നിന്റെ മുകൾ ഭാഗത്തേക്ക് ഏതാണ്ട് പകുതിയോളം ദൂരം പോവുകയുണ്ടായി. അവിടെയും കുറച്ച് അധികം നേരം നിലയുറപ്പിച്ച് പിന്നീടാണ് താഴേക്ക് വന്നത്. താഴേക്ക് അനീഷിലേക്ക് എത്താം. കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആന നിലയുറപ്പിക്കാത്തതിനാൽ തന്നെ ദൗത്യസംഘത്തിന് ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. മണിക്കൂറുകളായി തുടരുന്ന ശ്രമമാണ് ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആകുമ്പോൾ പോലും ഇത് സാധിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ വെളിച്ചം ഇല്ലാതാവും. പിന്നീട് എന്ത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും ദൗത്യസംഘം ഇതിനുള്ള ശ്രമം തുടരുകയാണ്. നിലവിൽ ഒരു വാഴത്തോപ്പിൽ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൗത്യസംഘം ശ്രമം തുടരുന്നു. പ്രദേശത്ത് തടിച്ചുകൂടുന്ന ആളുകൾ ഒരു പരിധിവരെ ദൗത്യം പൂർത്തിയാക്കാൻ
ഒരു തരത്തിലും സഹായിക്കാത്ത രീതിയിൽ ആളുകൾ തങ്ങി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ കൂടി അവിടെ നിന്ന് മാറിയാൽ മാത്രമേ ഒരുപക്ഷെ ഈ ദൗത്യ സംഘത്തിന് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആളുകളുടെ പ്രകോപനം അത് കൂടി വരുന്നതിനനുസരിച്ച് ആന സ്ഥലം മാറുന്നു. അതാണ് ഇപ്പോൾ മയക്കുവെടി വെക്കാൻ തടസ്സമായിരിക്കുന്നത്. അനീഷ് വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റേണ്ടത് അത് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രകോപിപ്പിക്കലുണ്ടാവുന്നു, ആന ഒരു സ്ഥലത്ത് നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇന്ന് മിഷൻ പൂർത്തിയായില്ലെങ്കിൽ പിന്നീട് എന്ത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ടോ? ധന്യ, അത് അങ്ങേയറ്റം കുഴപ്പം പിടിച്ച ഒരു ദിവസമായിരിക്കും ഇന്ന്. പിടിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരിടത്തേക്കാണ് ആന മാറിയിരിക്കുന്നത്. വാഴത്തോപ്പിനുള്ളിൽ തന്നെയുണ്ട്. പക്ഷേ ഏത് നിമിഷമാണ് ഇത് അലറിപ്പാഞ്ഞ് പുറത്തേക്ക് വരിക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. കാരണം 4 വശത്തും ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ആനയ്ക്കൊരു പ്രശ്നമല്ല എന്ന് നമുക്കറിയാം. വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് നേരത്തെ ആ കുന്ന് കയറി ആന മുകളിലേക്ക് പോയത്. അതുകൊണ്ട് ഏത് സ്ഥലത്തും ഇത്തരം വളരെ പെട്ടെന്ന് ആന എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വെടിയുച്ച ശബ്ദം കേട്ടിരിക്കുന്നു. ഒരു പക്ഷേ ആനയെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് തുരത്തുന്നതിനുള്ള വേറെ ബാറ്ററി ഉണ്ടോ? ധന്യ, പടക്കം പൊട്ടിച്ച ആനയെ മറുവശത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നാണ് കണ്ണീർവാദം പ്രയോഗിച്ചു. ഈ വാഴത്തോപ്പിന്റെ മറുവശത്ത് ആന നിൽക്കുന്നതിന്റെ പടക്കം പൊട്ടിച്ച് ആനയെ സ്ഥലത്തു നിന്ന് തോട്ടത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് അറിയുന്നത്. മയക്കുവെടി വെക്കാൻ ഇത്ര മണിക്കൂറുകളായിട്ടും സാധിക്കാത്ത സാഹചര്യം. ആന ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാത്തതിനാൽ മയക്കുവെടി വെക്കാൻ സാധിക്കുന്നില്ല. ഏറെ നേരം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലും ദൗത്യ സംഘത്തിന് മിഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇരുട്ട് വീണാൽ പിന്നീട് എന്ത്? അവിടെ നിന്ന് ജനവാസ മേഖലയാണ്, അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ട്. രാത്രിയിൽ ആന എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും അറിയില്ല. പരിസര പ്രദേശത്ത് തുടരുകയാണെങ്കിൽ തന്നെ ആളുകളെ അവിടെ നിന്ന് മാറ്റിയേ മതിയാകൂ. അതിനുള്ള ക്രമീകരണങ്ങളായിരിക്കും ഇനി എടുക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഇതുവരെ ആനയെ മയക്കുവെടി വെക്കാൻ സാധിച്ചിട്ടില്ല. ഭീതി വിതച്ച കാട്ടാനയുടെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനെത്തിയ സംഘമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത്. ഈ ദൃശ്യങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. മാനന്തവാടിയിലാണ് സംഭവം. ഇപ്പോഴും കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് യൂട്യൂബിൽ കാണാം. ഇടവേള. ആന എവിടെ നിന്ന് വന്നു? മാനന്തവാടിയിൽ ആന പിടി തരുന്നില്ല. ദൗത്യസംഘം തുടരുകയാണ്. ദൗത്യം ഇപ്പോഴും വൈകുന്നു. മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് ലക്ഷ്യം. കുങ്കിയാനകളും വാഹനവുമെല്ലാം സജ്ജമാണ്. പക്ഷേ ഇതുവരെ മയക്കുവെടി വെക്കാനായിട്ടില്ല. പ്രദേശത്ത് നിരോധനാജ്ഞയുണ്ട്. ദൗത്യം തുടരുന്ന സാഹചര്യത്തിൽ ആന പലയിടങ്ങളിലായി മാറി മാറി നിൽക്കുന്നത് ദൗത്യം തടസ്സപ്പെടുന്നുണ്ട്. മയക്കുവെടി വെക്കാൻ വൈകുന്നു. രാത്രിയാകുന്നതോടെ എന്ത് ചെയ്യും എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. ആനയ്ക്ക് സമീപം തന്നെ ദൗത്യസംഘമുണ്ട്. ആന വാഴത്തോപ്പിലായതുകൊണ്ട് പടക്കം പൊട്ടിച്ച് പുറത്ത് ഇറക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
ധന്യ, വയനാട് മാനന്തവാടിയിലെത്തിയ ആനയെ കാട്ടാനയെ വെടിവെച്ച് പിടികൂടുന്നതിനുള്ള നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ അരമണിക്കൂറിലധികമായി വാഴത്തോപ്പിനുള്ളിൽ ഒളിച്ചു നിൽക്കുന്ന തണ്ണീറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വാഴത്തോപ്പിലുള്ളപ്പോൾ ആനയെ പിടികൂടാൻ കഴിയില്ല. അതുകൊണ്ടാണ് മറുവശത്തേക്ക് ഇപ്പോൾ വെടി പൊട്ടിച്ച് ഒപ്പം പടക്കം പൊട്ടിച്ച് ആനയെ തളയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഫ്രെയിം പിടിക്കണ്ട, നീ അത് ഓണാക്കി. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടം ഒരു വശത്ത്, മറുവശത്ത് വെടിവെക്കാൻ തയ്യാറായിരിക്കുന്ന വനപാലക സംഘം. ഒരു കൂട്ടം ആളുകൾ വാഴത്തോപ്പിന്റെ മറ്റൊരു വശത്ത് നിന്ന് ആനയെ പടക്കം പൊട്ടിച്ച് ഒരു വശത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ നീങ്ങുന്ന കാഴ്ച കാണാൻ കഴിയും. അങ്ങേയറ്റം ആന വളരെ അടുത്തെത്തിയിരിക്കുന്നു. ദൗത്യസംഘം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വെടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് കൃത്യമാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഒരു വെടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. മയക്കുവെടി ഒരെണ്ണം ആനയെ ദേഹത്ത് തറച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു വശത്തു നിന്നും പടക്കം പൊട്ടിച്ച് മറുവശത്തേക്ക് വാഴത്തോപ്പിന്റെ ഒരു വശത്തേക്ക് ഓടിച്ച ശേഷം മയക്കുവെടി വെച്ചിരിക്കുന്നു. ആ മയക്കുവെടി ആനയിൽ കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം എങ്ങനെ ആനയിൽ ഉണ്ടായി എന്ന് നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയും. എന്തായാലും ആ വെടിയേറ്റ ശേഷം ആന വീണ്ടും വാഴത്തോപ്പിനുള്ളിലേക്ക് തന്നെ പോയിരിക്കുന്ന ഒരു കാഴ്ച. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. കാരണം ഒരു വശത്ത് വീണ്ടും പടക്കം പൊട്ടിച്ച് ആനയെ തുരത്താനുള്ള ശ്രമം നടക്കുന്നു. ആ ഭാഗത്തേക്ക് ആന ഓടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വശത്ത് നിന്ന വനപാലകരും പോലീസും എല്ലാം അവിടെ നിന്നും ഓടി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പരാക്രമത്തോടുകൂടി ആന നീങ്ങുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വെടിയേറ്റ ശേഷം പിന്നീട് നിർണായകമായ നിമിഷങ്ങളാണ്. വലിയ ജനക്കൂട്ടം ഇതിന്റെ നാല് വശത്തും തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച. അങ്ങേയറ്റം സങ്കീർണമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷം ആന വീണ്ടും ദൃശ്യങ്ങളിൽ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. ആന ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. വെടിയേറ്റ ശേഷമാണ് എത്തിയിരിക്കുന്നത്. വെടിയേറ്റത് ആനയെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിനിയും അറിയാനുണ്ട്. പക്ഷേ അല്പസമയത്തിനകം ഒരുപക്ഷെ ആനയിൽ വെടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നു ആനയുടെ തൊട്ട് സമീപത്ത് നിന്ന്. പക്ഷേ അത് ആ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ആനയെ കാണാൻ കഴിയുന്നു. അപ്പോഴും യാതൊരു കൂസലുമില്ലാതെ തുമ്പിക്കൈയിൽ മണ്ണ് വാരി സ്വന്തം ദേഹത്തേക്ക് ആന എറിയുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വീണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നു. അവർ വെടിവെച്ച കേൾപ്പിച്ച് അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ച് ആനയെ മറുവശത്തേക്ക് മാറ്റുന്നതിനുള്ള നീക്കം നടത്തുന്നു. ഒരു വശത്ത് ഈ വെടിവെച്ച ഡോക്ടർ അടക്കമുള്ള ആളുകൾ, വനപാലക സംഘം മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഇനിയും ഒരു ഡോസ് കൂടി കൊടുക്കുമോ അല്ലെങ്കിൽ വെച്ച വെടി ആനയുടെ ദേഹത്ത് കൊണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതായുണ്ട്. എന്തായാലും അതിന്റെ പ്രതിഫലനം അല്പസമയത്തിനകം ആനയിൽ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും അത് കൊണ്ടു എന്ന് നമുക്ക് കരുതാം. കാരണം ആ വെടിവെച്ച ഉദ്യോഗസ്ഥ സംഘം അവിടെ നിന്നും മാറിയിരിക്കുന്നു. ഡോക്ടർ അടക്കമുള്ള ആളുകളും മാറിയിരിക്കുന്നു. ഒരുപക്ഷെ മറുവശത്ത് വീണ്ടും പടക്കം പൊട്ടിച്ചാണ് ആനയെ ഈ ഭാഗത്തേക്ക് തന്നെ നീക്കാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥരാണ് ആ ഭാഗത്തുള്ളത്. ആന ഇപ്പോൾ ദൃശ്യമാണ്. വളരെ അടുത്ത് നമുക്ക് ആനയെ കാണാം. വെടികൊണ്ട ആനയെന്നും പറയാൻ കഴിയുമോ അതോ ആനയിൽ വെടിയേറ്റിട്ടുണ്ടോ എന്നൊന്നും നമുക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ
കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോഴും ആ വെടിവെക്കാനുള്ള സംഘം അവിടെ തയ്യാറായി വീണ്ടും നിൽക്കുന്നു. ഒരു കവുങ്ങ് പിഴുതെടുക്കാനുള്ള ആ ശ്രമം നടത്തുന്ന ആ തണ്ണീറിനെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒരു വശത്ത് വെടിവെച്ച വീണ്ടും കേൾക്കുന്നു. പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി ആനയെ ഈ ദൃശ്യമായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ആക്ഷൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരിടത്തേക്ക് മാറ്റുന്നതിനുള്ള നീക്കമാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് ആദ്യ ഡോസ് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടാം ഡോസ് കൊടുക്കുമോ അല്ലെങ്കിൽ ആദ്യത്തെ ഡോസ് ശരീരത്ത് ആനയുടെ കൊണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അക്കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് ഈ ദൗത്യം കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും പറയാൻ കഴിയുന്നത്. രാവിലെ മുതൽ വാഴത്തോപ്പിൽ തമ്പടിച്ചിരുന്ന ആന ഒരു ഘട്ടത്തിൽ കുന്നുകടന്ന് മുകളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് വാഴത്തോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മണ്ണ് വാരി ശരീരത്തെറിഞ്ഞ് കളിക്കുന്ന കൊമ്പനെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ മുതൽ ഇവിടെ നിലയുറപ്പിച്ചെങ്കിലും യാതൊരു തരത്തിലുമുള്ള പ്രകോപനം, ഒരു ചിഹ്നം വിളിച്ചു പോലും ആളുകൾക്കൊരു പ്രകോപനം ഈ കൊമ്പന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് ഏറെ ശ്രദ്ധേയം. പക്ഷേ രാത്രിക്ക് മുമ്പ് കൊമ്പനെ തളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് അത് വലിയ ആശങ്ക നൽകുന്ന ഒരു ഘടകമായി തന്നെ മാറും. എന്തായാലും എല്ലാ വശങ്ങളിലും ജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്പടിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം വീണ്ടും കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി മൈസൂരിലെ കാടുകളിലേക്ക് വിടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ഇപ്പോൾ വീണ്ടും അധികൃതർ തയ്യാറായി നിൽക്കുന്നു. അടുത്ത ഡോസ് കൊടുക്കുമോ, ആദ്യ ഡോസ്, ഇതിന് ഏറ്റവും എന്തടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. ധന്യവാദം. ശരി അനീഷ്, ദൗത്യ സംഘം ആനയ്ക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ ഡോസ് ഏറ്റിട്ടില്ല. നേരത്തെ ആദ്യ വെടിവെച്ചിരുന്നു, പക്ഷേ അത് ആനയ്ക്ക് ഏറ്റിട്ടില്ല എന്നാണ് അറിയുന്നത്. വാഴത്തോട്ടത്തിൽ നിന്ന് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം വിജയിച്ചിരിക്കുന്നു. ആന പുറത്ത് നിലയുറപ്പിച്ച കാഴ്ചയാണ് കാണുന്നത്. തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തി. ആദ്യ വെടി പക്ഷേ ആദ്യ ഡോസ് മയക്കുവെടി പക്ഷേ ആനയ്ക്ക് ഏറ്റിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൗത്യസംഘം എന്തായാലും ആനയ്ക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു. മിഷൻ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന കാര്യമുണ്ട്. രാത്രിയിൽ ആന അവിടെ തന്നെ തുടരുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് പ്രദേശവാസികൾക്കും വകുപ്പിനുമൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ആന വാഴത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഏത് സമയവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാവുന്നതാണ്. നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ദൗത്യ സംഘത്തിന്. ഇപ്പോഴും ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദൗത്യസംഘത്തിന്റെ ദൃശ്യമാണ് കാണുന്നത്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ദൗത്യസംഘം ഇപ്പോൾ ആനയ്ക്ക് ഏകദേശം അരികിലേക്ക് എത്തി. ആദ്യത്തെ വെടി ഏറ്റിട്ടില്ല എന്നറിയുന്നു. ഇപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ വെടിവെക്കാം, ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് കരുതാമോ? തീർച്ചയായും ആ വെടിവെക്കാൻ അതിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഏതാണ്ട് ഒരു 30-20 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഒരു വശത്തേക്ക് തിരിഞ്ഞു നിന്ന് മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആന. ആദ്യ വെടി കൊണ്ടു എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കാരണം അതിനുശേഷം വലിയൊരു പരാക്രമമോ അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് ഓടി നടക്കുമെന്നും ആന ചെയ്യുന്നില്ല. ശാന്തനായി നിൽക്കുകയാണ്. കൊണ്ടിരിക്കുന്നു, വെടി കൃത്യമായി കൊണ്ടിരിക്കുന്ന കാഴ്ച. ചുവപ്പ് നിറത്തിലുള്ള മയക്കുവെടി ആനയുടെ പിൻഭാഗത്ത് വാലിന് സമീപത്തായി കൊണ്ടിരിക്കുന്നു. മിഷൻ ഏതാണ്ട് സക്സസ് ആയി അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ആരവമാണ് ജനങ്ങൾ മുഴക്കിയത്. ആ ജനങ്ങളോട് ആരവം മുഴക്കലിൽ ശബ്ദമുണ്ടാക്കരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വെടി കൃത്യമായി വാലിന്റെ വശത്ത് തന്നെയുള്ള കാലിനോട് ചേർന്ന ഭാഗത്ത് കൊണ്ടിരിക്കുന്നു. വെടി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി കണ്ടിരിക്കുന്നു. കൃത്യമായി ഒരു 30 മീറ്ററിന് താഴെയുള്ള ദൂരത്ത് വെച്ചാണ് ആ വെടി വെച്ചിരിക്കുന്നത്. ആ വെടി കൊണ്ടിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം അനന്തര നടപടിക്രമങ്ങൾ, ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് കരക്ക് കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. നമുക്ക് കാണാം ആനയുടെ ആ പിൻഭാഗത്ത് ആ വെടികൊണ്ട ഭാഗം അതുപോലെ നിൽക്കുന്നത്. എന്തായാലും ആ വെടി കൊണ്ടപ്പോഴും വലിയൊരു പരാക്രമങ്ങളോ ഒരു വലിയ ഓട്ടമോ ഒന്നും ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ശാന്തനായി സൗമ്യനായി ആന ഇപ്പോഴും നിൽക്കുന്നു. ആദ്യത്തെ വെടി വെച്ച ശേഷം അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോവുകയും മണ്ണ് വാരി ദേഹത്തേക്ക് എറിയുമൊക്കെ ചെയ്തിരുന്നു ആന. അതിനുശേഷം
ശേഷം ഇപ്പോൾ രണ്ടാമത്തെ വെടി കൊണ്ടിരിക്കുന്നു. ഈ വാഴത്തോപ്പിൽ നിന്നും മറുവശത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ആന. ആ സമയത്ത് കൃത്യമായി പുറകിൽ പോയി വെടിവെക്കുകയും ആനയുടെ പിൻഭാഗത്ത് വാലിനോട് ചേർന്നുള്ള ഭാഗത്ത് ആ വെടി കൊള്ളുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി വെടി ആനയ്ക്ക് കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസും വനം വകുപ്പും കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയൊരു ഡോസ് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ കൂടിയാലോചനകൾ വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്ത് ഉണ്ടാവുന്നു. വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് തമ്പടിച്ചാണ് രാവിലെ മുതൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇനി ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമാണ്. ജനക്കൂട്ടത്തോട് ഒച്ച വെക്കരുത് എന്ന്, അല്ലെങ്കിൽ വലിയ ശബ്ദത്തിൽ ആനയെ പ്രകോപിതനാക്കരുത് എന്ന പലതവണ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നു. ആന ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മയക്കുവെടി കൊണ്ട ആന അവിടെ തന്നെ ഇപ്പോൾ ആ വാഴത്തോപ്പിന് ഉള്ളിൽ തന്നെ രാവിലെ ഏതാണ്ട് നിലയുറപ്പിച്ചിരുന്ന വാഴകളും കവുങ്ങളുമൊക്കെ പിഴുതുമാറ്റിയ അതേ തോട്ടത്തിലെ അതേ ഇടത്തിപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസും വനംവകുപ്പും കടക്കും. അല്പസമയത്തിനുള്ളിൽ ആനയ്ക്ക് ഈ മയക്കുവെടിയുടെ ഒരു ആഘാതം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശരീരത്ത് പ്രകടമായി തുടങ്ങും. ഒരു മയക്കത്തിലേക്ക് ആന നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്താവും കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ അവിടെ നിന്നും സമീപത്തുള്ള തുറസായ സ്ഥലത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് പിന്നീട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങുക. എന്തായാലും അല്പസമയത്തിനകം കൂച്ചുവിലങ്ങുകൾ ഇട്ട് ആനയെ കൊണ്ടുപോകും. നേരത്തെ അരിക്കൊമ്പനെയൊക്കെ കൊണ്ടുപോയതുപോലെ മുഖം മൂടി ആനയെ കൊണ്ടുപോകുന്നതിനുള്ളൊരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ആനയ്ക്ക് വെടിയേറ്റിരിക്കുന്നു. വെടിയേറ്റ ശേഷം ആന ശാന്തമായി തന്നെ താൻ രാവിലെ മുതൽ നിലയുറപ്പിച്ച അതേ വാഴത്തോട്ടത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ ചെറിയ വാഴത്തോപ്പിന്റെ സമീപത്തുള്ള കുന്നിൻ ചെരുവുകളിലെല്ലാം ജനക്കൂട്ടമാണ്. അവരെല്ലാവരും വളരെ കൗതുകപൂർവ്വം അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഈ കാഴ്ച കാണാനായി ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നു. പോലീസ് ഈ ജനക്കൂട്ടത്തെ പലവട്ടം ആരവങ്ങളോ ആഘോഷങ്ങളോ മുഴക്കരുത് എന്ന് പറയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും വെടികൊണ്ട ശേഷം തണ്ണീർ കൊമ്പൻ മൈസൂരിൽ നിന്നും 200 കിലോമീറ്റർ സഞ്ചരിച്ച് മാനന്തവാടി കാണാനെത്തിയ കൊമ്പനിത ആ വാഴത്തോപ്പിൽ വെടിയേറ്റ് നിൽക്കുന്ന കാഴ്ച. മയക്കുവെടി വെച്ച് കൃത്യമായി അതിന്റെ ശരീരത്ത് മയക്കുവെടി കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ ആശ്വാസമാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം രാത്രിയായാൽ ഈ കൊമ്പൻ തോപ്പിൽ നിന്നും എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ജനവാസ മേഖലകളിൽ എത്ര വലിയ നാശം വിധിക്കും. ഒരുപാട് സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരിടം കൂടിയാണ് മാനന്തവാടി എന്ന ചെറുപട്ടണം. ആ ചെറുപട്ടണത്തിന് താങ്ങാൻ കഴിയുന്നതാവില്ല കൊമ്പന്റെ പരാക്രമങ്ങൾ. എന്തായാലും അങ്ങനെയൊന്നും അഹിതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ കടക്കാതെ കൃത്യമായി തന്നെ കൊമ്പനെ വെടിവെക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം മറ്റ് നടപടിക്രമങ്ങളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകും. ഉടൻ തന്നെ കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ച് ഈ ആനയെ ഇവിടെ നിന്നും സുരക്ഷിതമായി നീക്കുന്നതിനുള്ളൊരു ശ്രമത്തിലേക്ക് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കർണാടകത്തിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് രാവിലെ മുതൽ 144 പ്രഖ്യാപിച്ച് നിരോധനാജ്ഞയാണ് ഈ സ്ഥലത്ത് ഏർപ്പെടുത്തിയിരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ രാവിലെ മുതൽ വരാത്ത ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ ബന്ദോബസ്താക്കിയ ശേഷമാണ് ഒരു മിഷനിലേക്ക് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നിരോധനാജ്ഞ എന്നത് സാങ്കേതികമായി നിലവിലുണ്ട് എങ്കിൽ പോലും നിരവധി ആളുകളാണ് ഈ കുന്നിൻ ചെരുവിലെ പലയിടങ്ങളിലായി ഈ ആനയുടെ വേട്ട അല്ലെങ്കിൽ വെടിവെച്ച് മയക്കുവെടി വെച്ച് ആനയെ തളയ്ക്കുന്നത് കാണാൻ തടിച്ചുകൂടിയത്. നേരത്തെ അരിക്കൊമ്പനെയും മറ്റുമൊക്കെ ചിന്നക്കനാലിൽ ഇതുപോലെ ദൗത്യത്തിലൂടെ മയക്കുവെടി വെച്ച് കൊണ്ടുപോയ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവർ വളരെ ക്ഷമാപൂർവ്വം രാവിലെ മുതൽ തന്നെ ഈ ആനയെ പിടികൂടി കൊണ്ടുപോകുന്നത് കാണാൻ കാത്തിരുന്ന ആളുകളാണ്. ഒരു തരത്തിലുമുള്ള പ്രകോപനം ഈ നിമിഷം വരെ ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ആന അങ്ങേയറ്റം ശാന്തനായാണ് ഈ നിമിഷം വരെ നിലയുറപ്പിച്ചത്. ഒരു തവണ കല്ല് എറിഞ്ഞ് മറുവശത്തേക്ക് തുരത്താൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് അല്പം പ്രകോപനം എന്ന രീതിയിൽ കുന്നും മുകളിലേക്ക് കയറിപ്പോയത്. പക്ഷെ അത് പാതി വഴി എത്തിയ ശേഷം വീണ്ടും വാഴത്തോപ്പിലേക്ക് മടങ്ങുകയും വാഴത്തോപ്പിൽ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ഒരു വശത്തു നിന്നും പടക്കമെറിഞ്ഞ് ആദ്യം ദൃശ്യമായി കാണാൻ കഴിയുന്ന ഇടത്തേക്ക് ആനയെ മാറ്റുകയും പിന്നീട് ആനയെ കൃത്യമായി വെടിവെച്ച് നിർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആനയിൽ ഈ മയക്കുവെടി എന്തൊക്കെ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് കൃത്യമായി വിലയിരുത്തി വരികയാണ് ഡോക്ടർമാരും വനവകുപ്പിലെ ഉന്നതരുമടങ്ങുന്ന സംഘം. ഇതിനുശേഷമാവും കാര്യങ്ങൾ വിലയിരുത്തിയാവും ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങണം, കുങ്കിയാനകളെ ഉപയോഗിച്ച് ഏതു തരത്തിൽ ആനയെ കൊണ്ടുപോകണം, ആനയെ എങ്ങോട്ട് മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ശാന്തനായി വാഴത്തോപ്പിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആന കൊമ്പൻ.
ആന വാഴത്തോട്ടത്തിന് പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ കൃത്യമായി മയക്ക് വെടിവെക്കാൻ സാധിച്ചു. മിഷൻ തണ്ണീർ പൂർത്തിയാകാൻ പോകുന്നു, അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മയക്കുവെടിയേറ്റ ആന സ്ഥലത്ത് തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. മയക്കുവെടി വെച്ചതിന് ശേഷം ആന ഭാഗത്തു നിന്ന് അനങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം അവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. നിന്ന സ്ഥലത്തു നിന്ന് ആന മാറിയിട്ടില്ല. അല്പസമയത്തിനകം ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. അനീഷ, ഇനി എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ? കുങ്കിയാനകളെ എത്തിക്കണം, അതിനുശേഷം കൊമ്പനെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. എത്രത്തോളം സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്? ധന്യ, ഈ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ കാര്യം നടന്നു കഴിഞ്ഞു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ ഒരു ആശ്വാസമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം രാത്രിയായാൽ ഈ ആന ഏത് രീതിയിലാവും പ്രതികരിക്കുക, അല്ലെങ്കിൽ ആന ഏത് സ്ഥലത്തേക്ക് ഓടും എന്നത് സംബന്ധിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിന് അറുതിയായിരിക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ജിൻസ് കൂടി ചേരുന്നുണ്ട്. ജിൻസ്, എന്തായി കാര്യങ്ങൾ? ഒരു പരിധിവരെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആനയെ വെടിവെച്ചിരിക്കുന്നു. ആദ്യ വെടി ഉണ്ടോ എന്നതിൽ സംശയമുണ്ട്. പക്ഷേ രണ്ടാമത്തെ വെടി കൃത്യമായി കൊണ്ട് ആന ശാന്തനായി തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണല്ലേ. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്? നിലവിൽ ഈ ആദ്യത്തെ വെടിയുതിർത്തിന് ശേഷം രണ്ടാമത്തെ വെടിയിലാണ് ഇത് നിശ്ചലമായിരിക്കുന്നത്. എന്തായാലും വലിയ അക്രമമൊന്നും നിലവിൽ കാണിക്കുന്നില്ല. വളരെ ശാന്തമായി തന്നെയാണ് ആന ഈ പ്രദേശത്ത് തമ്പ് ചെയ്യുന്നത്. എന്തായാലും വനപാലകരടക്കം ഇവിടെ കൃത്യമായി ഇതിനെ പരിശോധിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഈ മുത്തങ്ങയിൽ നിന്നും എത്തിച്ച കുങ്കി ആനകളെ ഉപയോഗിച്ചായിരിക്കും ഈ വാഹനത്തിലേക്ക് കയറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുക. കർണാടകയിലെ വനം വകുപ്പും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിനെ നിലവിൽ ഈ കുങ്കി ആനകളെ ഉപയോഗിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റാനുള്ള നടപടിയിലേക്കായിരിക്കും അടുത്തതായി കടക്കുക. അതിനുശേഷമായിരിക്കും ഈ ബന്ദിപ്പൂർ കബനി മേഖലയിലേക്ക് ഇതിനെ തുറന്നുവിടുക. എന്തായാലും ഇതിനെ മയക്കുവെടി വെച്ചതിൽ വലിയ ഒരു ആവേശത്തിലും ആശ്വാസത്തിലുമാണ് ഇവിടുത്തെ നാട്ടുകാർ. ഈ പ്രദേശത്ത് രാവിലെ മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ഒരു വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഷ്കരകരമായ ഒരു സംഭവമായേനെ. എന്തായാലും ഇതിനെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞതിൽ വലിയ ആശ്വാസത്തിലാണ് നിലവിൽ നാട്ടുകാരുള്ളത്. നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണാൻ തന്നെ ഇവിടെ ഈ പ്രദേശത്തെത്തിയിരിക്കുന്നത്. ഈ കുന്നിനോട് ചുറ്റും ആളുകൾ ഇതിനെ കാണുന്നതിനും മറ്റും ഈ വനംവകുപ്പിന്റെ നീക്കം വീക്ഷിക്കുന്നതിനുമായി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ആനയെ വെടിയുതിർത്തിരിക്കുന്നു. എന്തായാലും ഉടനെ തന്നെ ഇതിനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളാണ് അടുത്തതായി ആരംഭിക്കുക. അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു നേരത്തെ. ഇനി ആനയെ പുറത്തേക്ക് എത്തിക്കണം, അവിടെ വരെ വണ്ടി എത്തുന്ന സ്ഥലമാണോ ഈ എത്തിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ തടസ്സമാകുന്ന രീതിയിലാണോ? പോലീസ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ ആളുകൾ? ഇപ്പോൾ എന്താണ് ആനയുടെ അവസ്ഥ? എത്ര സമയം കൂടി എടുക്കും ഇനി അതിനെ പുറത്തേക്ക് എത്തിക്കാനെന്നാണ് സംഘം പറയുന്നത്? ധന്യ, ജനക്കൂട്ടം നിരന്നു നിൽക്കുന്നെങ്കിലും അത് ദൗത്യത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഈ സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി. കാരണം 4 കുന്നുകൾക്കിടയിൽ, അല്ലെങ്കിൽ ഒരു വലിയ വിശാലമായ 4 കുന്നിൻ ചെരുവുകൾ ചേരുന്ന ഇടയ്ക്കുള്ള ഒരു താഴ്വാരം, അതിന്റെ ഏറ്റവും താഴത്തെ സ്ഥലമാണ് ഈ വാഴത്തോട്ടം സ്ഥിതി ചെയ്യുന്ന ഒരു ചതുപ്പിന് സമാനമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 വശത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്നാലും അത് താഴേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആനയ്ക്ക് കുതിച്ചു പാഞ്ഞ് മുന്നോട്ട് പോയാലും വളരെ പെട്ടെന്ന് കുന്നിൻ മുകളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അത്തരത്തിൽ സുരക്ഷിതമായ ഒരു കേന്ദ്രമെന്ന്
വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ജനക്കൂട്ടം ആരവം മുഴുക്കാതിരിക്കുക എന്ന നിർദ്ദേശമാണ് കൃത്യമായി അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകിയത്. ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടുകൂടി ആ ഭാഗത്തേക്ക്, ആനയുടെ ഭാഗത്തേക്ക് നോക്കുന്ന, ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് ഈ വാലിന്റെ സമീപത്ത് ആന വെടികൊണ്ട ശേഷം ആ സ്ഥലത്ത് നിന്നും അനങ്ങുക പോലും ചെയ്യാതെ ചെവി മാത്രം ആട്ടി തുമ്പിക്കൈ ഉപയോഗിച്ച് മണ്ണ് വാരി ദേഹത്തേക്ക് എറിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച. അവിടെ നിന്നും ഒരടി പോലും പിന്നീട് ഈ വെടികൊണ്ട ശേഷം ആന നീങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെ തന്നെ ആന നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. ഇനി ഈ ആനയുടെ മയക്കത്തിന്റെ ആ സമയത്തിലേക്ക് കടക്കുന്നു എന്ന് ആണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം അതിനുശേഷം ആനയിൽ നിന്നും യാതൊരു തരത്തിലുമുള്ള ചലനങ്ങൾ ഉണ്ടായിട്ടില്ല. വെടികൊണ്ട ശേഷം ആന പാഞ്ഞു പോവുകയോ മറ്റ് വലിയ രീതിയിലുള്ള ഓട്ടമൊന്നും നടത്തിയിട്ടില്ല. അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ നിൽക്കുന്ന കാഴ്ച. ഇനിയിപ്പോൾ ഒരു വിലയിരുത്തലിന്റെ സമയമാവും. ആന ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആനയിൽ ദൃശ്യമാണോ എന്നതൊക്കെ കൃത്യമായി അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു നിശ്ചിത സമയം ശാന്തനായി നിൽക്കുകയാണ് തണ്ണീർക്കൊമ്പൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്കൊന്നും മാറിയിട്ടില്ല. വെടികൊണ്ട ശേഷം ആന മയക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് മാനന്തവാടിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങളാണ് നിർണായകം. ഇനി ആനയെ കണ്ണു മൂടണം. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കണം. അങ്ങനെ നിരവധി കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ ആനയെ മയക്കുവെടി വെക്കലായിരുന്നു. അത് പൂർത്തിയായിരിക്കുന്നു. ഇനി വാഴത്തോട്ടത്തിന് പുറത്തേക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ള അതിസാഹസികമായിട്ടുള്ള കാര്യമാണ് ചെയ്യാനുള്ളത്. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് പോവുക. ഇടത്തെ പിൻകാലിന് മുകളിലായിട്ടാണ് വെടിയേറ്റിരിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. വെടിവെച്ച ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആന ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല ഇതുവരെ. ദൗത്യ സംഘം ഇനി അതിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. അതിനു മുൻപ് മയക്കം വരുന്ന രീതിയിലാണ് ആന നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. അത് ഭീതിയുണ്ടാക്കുന്ന കാര്യമാണ്. മയക്കത്തിലേക്ക് പോകുന്നത്, അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുന്ന രീതിയിൽ ആരോഗ്യ പ്രശ്നം ആനയ്ക്കുണ്ടാകുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകും. ഇല്ലെങ്കിൽ കുങ്കിയാനകളെ വെച്ച് ആനയെ, കൊമ്പനെ പുറത്തേക്ക് എത്തിക്കുകയും അതിനുശേഷം വണ്ടിയിലേക്ക് കയറ്റുകയും എന്നുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. മയക്കുവെടി വെച്ചിരിക്കുന്നു. മറ്റ് നടപടിയിലേക്ക് കടക്കാനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. ആന മയങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സ്ഥലത്ത് മയക്കുവെടി വെച്ച അതേ സ്ഥലത്ത് തന്നെ ശാന്തനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആന മയക്കത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയുന്നത്. അതിനുശേഷം അത് നിരീക്ഷിച്ച ശേഷം എന്താണ് ആരോഗ്യസ്ഥിതി എന്നുള്ളത് അറിഞ്ഞ ശേഷമായിരിക്കും അടുത്ത കാര്യത്തിലേക്ക് ദൗത്യസംഘം കടക്കുക എന്നാണ് അറിയുന്നത്. എലിഫന്റ് ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ച് കൊമ്പനെ പുറത്തേക്ക് എത്തിച്ച ശേഷം അവിടെ നിന്ന് എലിഫന്റ് ആംബുലൻസിൽ ആനയെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സമയം വൈകിയതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ മയക്കുവെടി വെക്കൽ പൂർത്തിയായതിൻ്റെ ആശ്വാസത്തിലാണ് ദൗത്യസംഘം. പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു, ഒച്ചയെടുത്തിരുന്നു. അതെല്ലാം പോലീസിൻ്റെ സഹായത്തോടെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുവെടിക്ക് മുൻപ് ആന മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറി മാറി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. അത് മയക്കുവെടി വെക്കാൻ വൈകിപ്പിക്കുന്നതിനും കാരണമായി. പക്ഷേ ഇപ്പോൾ മയക്കുവെടി കൊണ്ട ശേഷം അതേ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. സുരേന്ദ്രനും വിക്രമും സൂര്യനും റെഡിയായിരിക്കുന്നു ഇവരെ പുറത്തേക്ക് കൊമ്പനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി. അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ആന മയക്കത്തിലേക്ക് പോയി എന്നാണോ? ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ധന്യ ആന മയക്കത്തിലേക്ക് നീങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വെടി കൃത്യമായി തന്നെ വാലിന് സമീപം കാലിനോട് ചേർന്ന പിൻഭാഗത്ത് കൊണ്ടിരുന്നു. അതിനുശേഷം ഒരടി പോലും ആന എങ്ങോട്ടും നീങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്ക് ചെവിയാട്ടുന്നു, തുമ്പിക്കൈ കൊണ്ട് മണ്ണുവാരി ദേഹത്ത് എറിയുന്നു എന്നതൊഴിച്ചാൽ മറ്റു യാതൊരു പരാക്രമവും ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആ വാഴത്തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കും പോയിരുന്നുമില്ല. ഉദ്യോഗസ്ഥർ പൂർണ്ണമായും വാഴത്തോട്ടത്തിന്റെ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. അതായത് അനന്തര നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഡോക്ടർ അടക്കമുള്ള ആളുകൾ അവർ അതിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു. അല്ലെങ്കിൽ മയക്കം ഏത് രീതിയിൽ മയക്കുവെടി ആനയിൽ സ്വാധീനം ചെലുത്തി എന്ന് വിലയിരുത്തി വരുന്നു. അതിനുശേഷമാവും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. വലിയ ശക്തിയുള്ള ആനയാണ്. നേരത്തെ ഹസനിൽ നിന്നും പിടിക്കാൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് ആനയെ അന്ന് തളച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പരിചയം അല്ലെങ്കിൽ അങ്ങനൊരു പൂർവ്വകാല ചരിത്രം ആനയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആവും കൂടുതൽ വിലയിരുത്തലുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്, പരസ്പരം ആലോചനകളും ചർച്ചകളും നടത്തുന്നുണ്ട്. ഇതിന് ശേഷമാവും ഈ അടുത്ത നടപടിക്രമങ്ങൾ എന്ത് എന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിൽ എത്തുക. കേരള പോലീസും കർണാടകയിലെ വനംവകുപ്പും കേരളത്തിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നതരടക്കമുള്ള ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും വെടി കൃത്യമായി കൊണ്ടുകഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 10-15 മിനിറ്റായി ആന ആ സ്ഥലത്ത് നിന്നും അനങ്ങാതെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതാണ്ടൊരു മയക്കത്തിലേക്ക് ആന നീങ്ങിയിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം നടപടിക്രമങ്ങളിലേക്ക് ഉടൻ നീങ്ങിയേക്കാം. അതിനുള്ള സാധ്യതകൾ കാണുന്നു. ആ ചതുപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ വാഴത്തോപ്പിൽ നിന്നും പുറത്തേക്ക് എത്തിക്കണം. ആദ്യം അവിടെ ഒരു തുറസായ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ 2 വശത്തായാണ് ഈ വാഴത്തോട്ടം നിൽക്കുന്നത്. വനംവകുപ്പിന്റെ വാഹനം ഇപ്പോൾ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹനം വരുന്നാൽ അതിന് പിന്നാലെ ഒരുപക്ഷെ ഈ കുങ്കിയാനകളെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കുങ്കിയാനകളെ എത്തിച്ച് വാഴത്തോപ്പിൽ നിന്നും ആനയെ പിടികൂടി ബന്ധിച്ച് ഈ തുറസായ സ്ഥലത്തേക്ക് എത്തിക്കാം. അവിടെ നിന്നും പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോകും. വയനാട്ടിലെ മാനന്തവാടിയിലെ ന്യൂമാൻ കോളേജിന് സമീപമാണ് ഈ സ്ഥലം, ഈ വാഴത്തോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാഴത്തോപ്പിലേക്കാണ് രാവിലെ മുതൽ തന്നെ വയനാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആനയെ കാണുന്നതിനായി, ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടുന്ന കൗതുക കാഴ്ച കാണാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുന്നിൻചെരുവിന്റെ എല്ലാ വശങ്ങളും ആളുകൾ കൈയടക്കിക്കൊണ്ടിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ അതത് ഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായൊരു ശാന്തത പാലിച്ച് ഈ ആനയെ വലിയ രീതിയിൽ പ്രകോപിതരാക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. ആദ്യം വാഴത്തോപ്പിൽ നിന്ന് ആന കുന്നിൻചെരുവിലേക്കും പിന്നീട് വാഴത്തോപ്പിന്റെ മറുവശത്തേക്കും പോയി. ഇതേ തുടർന്ന് ഒരു വശത്തു നിന്നും വെടി പൊട്ടിച്ചാണ് അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചാണ് ആനയെ മറുവശത്തേക്ക് എത്തിച്ചത്. അങ്ങനെ മറുവശത്തേക്ക് എത്തിച്ചപ്പോൾ ആദ്യ വെടി വെച്ചെങ്കിലും അത് വലിയ പ്രഭാവം ആനയിൽ ചെലുത്തിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഏതാണ്ട് 30 മീറ്ററിൽ താഴെ ദൂരത്തിൽ കൃത്യമായി വെടി ആനയുടെ പിൻവശത്ത് കൊള്ളുകയും അതിനുശേഷം യാതൊരു തരത്തിലുമുള്ള അനക്കവും പ്രകടമാക്കാതെ ആന ശാന്തനായി നിൽക്കുന്ന കാഴ്ച. ആന അങ്ങനെ നിൽക്കുമ്പോഴും ഉദ്യോഗസ്ഥ സംഘം 2 വശത്തും ജാഗരൂകരായി തന്നെ ആനയെ നോക്കി നിൽക്കുന്നുണ്ട്, ആനയെ വിലയിരുത്തുന്നുണ്ട്. ആനയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രകോപനം ഇനിയായാലും ഉണ്ടാകാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ആനയെ ആ വാഴത്തോപ്പിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഴത്തോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും മറ്റ് ആളുകളെയുമൊക്കെ പോലീസ് ആ സ്ഥലത്ത് നിന്നും മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അടുത്ത നടപടിക്രമത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കും എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മിഷൻ തണ്ണീർ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും സുപ്രധാനമായ മയക്കുവെടി വയ്ക്കുക എന്ന ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ മയക്കുവെടി വെച്ച് മയങ്ങി നിൽക്കുന്ന കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് കരയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ വാഴത്തോപ്പിന്റെ പുറത്തേക്ക് എത്തിക്കുക. അവിടെ നിന്നും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുക. മൈസൂർ വനമേഖലയിൽ തന്നെ അല്ലെങ്കിൽ കർണാടകത്തിലെ വനമേഖലയിൽ തന്നെ ആനയെ കാട്ടിലേക്ക് തുറന്നുവിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹസൻ എന്ന കർണാടകത്തിലെ സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങൾ വിതച്ച
കേരളത്തിൽ അരിക്കൊമ്പൻ എങ്ങനെ ചിന്നക്കനാലിന്റെ പേടി സ്വപ്നമായി മാറി എന്നതുപോലെ തന്നെ ഹസനിലെ അരിക്കൊമ്പനായിരുന്നു ഒരു കാലത്ത് ഈ തണ്ണീർ എന്ന കൊമ്പൻ. വലിയ ഭീഷണിയായി ജനജീവിതത്തിനും സ്വത്തിനും ഒക്കെ ഭീഷണിയായി മാറിയ ഘട്ടത്തിലാണ് കർണാടക വനം വകുപ്പ് മയക്കുവെടി വെച്ച് ഈ കൊമ്പനെ പിടികൂടി പിന്നീട് കർണാടകത്തിലെ കാട്ടിൽ തുറന്നുവിട്ടത്. അവിടെ നിന്നും 200 കിലോമീറ്റർ സഞ്ചരിച്ചാണ് പിന്നീട് ഈ മാനന്തവാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. 12 ദിവസം മുമ്പ് തിരുനെല്ലിയിലെ ജനവാസ മേഖലയിൽ ഈ കൊമ്പന്റെ സാന്നിധ്യം ദൃശ്യമായി എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു. പക്ഷേ വനംവകുപ്പിന്റെ പക്കൽ നിന്നും കൃത്യമായൊരു വിശദീകരണം അല്ലെങ്കിൽ അറിയിപ്പ് നാട്ടുകാർക്ക് ലഭിച്ചില്ല. അതിനുശേഷം വീണ്ടും 12 ദിവസത്തെ സമയമെടുത്താണ് മാനന്തവാടി പട്ടണത്തിലെത്തിയത്. മാനന്തവാടി കോടതിയിലും ട്രഷറിയിലും ഒക്കെ കയറി ഇറങ്ങി നടന്ന കൊമ്പനാണ്. പക്ഷേ ഒരിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല, ഒരിടത്തും ജനങ്ങൾക്ക് നേരെ പ്രകോപനപരമായി പെരുമാറിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഹസനിൽ നിന്നും പിടികൂടി കലാപകാരിയായ ആന ആയതുകൊണ്ട് തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്ന ആനയായതുകൊണ്ട് തന്നെയാണ് റേഡിയോ കോളർ ധരിപ്പിച്ച് ആനയെ കാട്ടിലേക്ക് തുറന്നുവിട്ടത്. പക്ഷേ അത്തരത്തിൽ സിഗ്നലുകൾ ലഭിക്കുന്ന കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ആന എങ്ങനെ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് മാനന്തവാടിയിലേക്ക് എത്തി എന്തടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ വരും ദിനങ്ങളിൽ അധികൃതർ മറുപടി നൽകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ മിഷൻ കൃത്യമായ വിജയിച്ചിരിക്കുന്നു. അതിന്റെ അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ തിരിഞ്ഞിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ പലരായി സ്ഥലത്തെത്തി ഈ ആനയെ കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ പുറത്തേക്ക് പോയി കറുത്ത തുണിയിട്ട് അതിന്റെ മുഖം മറയ്ക്കുന്ന നടപടികൾ ഉടൻ ആയേക്കും. അതിനുശേഷം സൂര്യനും വിക്രമും സുരേന്ദ്രനുമൊക്കെ ചേരുന്ന കുങ്കിയാന സംഘം, ഈ താരങ്ങളായി മാറിയ കുങ്കിയാന സംഘം ഈ അരിക്കൊമ്പന്റെ മിഷനിലൂടെ ചിന്നക്കനാലിലൊക്കെ പോയി വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ കുങ്കിയാനകൾ അവർ ഉടൻ കളത്തിലേക്ക് ഇനി എത്തുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഒരു വശത്ത് വാഴത്തോപ്പിന്റെ ഓരത്ത് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു. അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുകാരുണ്ട്, യൂണിഫോം ഇല്ലാത്ത വനംവകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ട്, ഈ മയക്കുവെടി വെക്കുന്ന ഡോക്ടർമാരുടെ സംഘത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഒരു വശത്ത് നിൽക്കുന്ന കാഴ്ച, മറുവശത്ത് ആകാംക്ഷയോടുകൂടി ഒരു ആനയെ മയക്കുവെടി വെച്ച് നാട്ടിൽ നിന്നും കാട്ടിലേക്ക് തുറന്നുവിടാൻ കൊണ്ടുപോകുന്ന ആ ദൃശ്യം കാണാനായി കൗതുകപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം എനിക്ക് ചുറ്റുമുണ്ട്. എന്തായാലും ഇത്തരം എല്ലാം ചേർന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഈ ദൗത്യം ഒരു കൃത്യമായ ഒരു പര്യവസാനത്തിൽ എത്തിച്ചു എന്നതിൽ വനംവകുപ്പിന് ആശ്വസിക്കാം. കാരണം അല്പസമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയായാൽ വാഴത്തോപ്പിൽ നിൽക്കുന്ന ആന കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അല്ലെങ്കിൽ ആനയുടെ നീക്കങ്ങൾ എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ ഇതൊക്കെ മറികടന്നാണ് ഇപ്പോൾ ദൗത്യം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജനക്കൂട്ടം ആരവം മുഴക്കുമ്പോൾ അത് വേണ്ട, ആരവം ആഘോഷവും വേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം അധികൃതർ നൽകി. കാരണം കൂടുതൽ പ്രകോപനം ആനയിൽ സൃഷ്ടിച്ചാൽ അത് വീണ്ടും കുഴപ്പത്തിലേക്ക് നീക്കും എന്നതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ആനയുടെ സമീപത്തേക്ക് ഉദ്യോഗസ്ഥർ പോകാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആന ആ വശത്ത് തന്നെ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, അനീഷിലേക്ക് എത്താം. ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നു. മയക്കുവെടി കൊണ്ട സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. കുങ്കികളെ ഉടനെ തന്നെ ആനയ്ക്ക് സമീപത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ആന മയങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ കുങ്കികളെ എത്തിക്കും. കർണാടക വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. 12 മണിക്കൂറിലധികമാണ് ആന ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചത്. അവസാനം 5:30യോടെയാണ് ഈ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്, മയക്കുവെടി വെക്കലിലേക്ക് കടക്കാൻ സാധിച്ചത്. തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആന മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത നടപടികളിലേക്ക് ദൗത്യസംഘം കടക്കുകയാണ്. ഈ മയക്കുവെടി വെച്ച് അതേ സ്ഥലത്ത് തന്നെ, നേരത്തെ വാഴത്തോട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് പുറത്തേക്ക് തുരത്തി അവിടെ വെച്ച് മയക്കുവെടി യഥാസ്ഥാനത്ത് വെക്കുകയായിരുന്നു. അതിനുശേഷം ആന അവിടെ നിന്ന് മാറിയിട്ടില്ല. എലിഫന്റ് ആംബുലൻസ് തയ്യാറാണ്, കുങ്കികൾ തയ്യാറാണ്. കർണാടക വനം വകുപ്പിന്റെ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി കുങ്കികളെ ഉപയോഗിച്ച് തണ്ണീർക്കൊമ്പനെ പുറത്തേക്ക് എത്തിക്കുക, അവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട ഘട്ടം കടന്നിരിക്കുന്നു. അനീഷ് വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്,
കർണാടക വനംവകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ സംഘവുമുണ്ട്. ഇവർ ഒരുമിച്ചുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ഈ മിഷൻ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? എങ്ങനെയാണ് ഇനി പുറത്തേക്ക് കുങ്കികളെ ഇറക്കാറായോ? എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? നമുക്ക് അവിടെ നടക്കുന്ന സന്നാഹങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വെടിയേറ്റ സ്ഥലത്തിന് സമീപത്തുള്ള ആളുകൾ പിരിഞ്ഞു പോകുന്ന ഒരു ദൃശ്യം കാണാൻ കഴിയും. ആ വശത്തോട് ചേർന്ന്, വാഴത്തോട്ടത്തിന്റെ ഒരു വശത്തോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ കൂട്ടമായി മടങ്ങുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ നമുക്കിനിയും ഊഹിക്കാം, അല്പസമയത്തിനകം ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ കൊമ്പനെ അവിടെ നിന്നും പുറത്തേക്ക് തുറസായ സ്ഥലത്തേക്ക് മാറ്റും. അതിനുശേഷം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മയക്കുവെടി വെച്ചാൽ അതിനൊരു കൃത്യ സമയമുണ്ട്. ആ സമയപരിധിയിൽ ആനയെ നിരീക്ഷിക്കും. ആനയെ ആ മയക്കുവെടി ആനയിൽ എന്ത് പ്രതിഫലനമാണ് സൃഷ്ടിച്ചത്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അത് കൃത്യമായ ഇടവേളയിൽ അവർ അത് പരിശോധിച്ചു വരികയാണ്. അതിനുശേഷമാവും എന്താണ് ഇനി അടുത്ത ഘട്ടത്തിലെ നടപടിക്രമം എന്നത് സംബന്ധിച്ച ഒരു ആലോചന കൈക്കൊള്ളുക. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ആ വെടിവെച്ച സർജൻ അടക്കമുള്ള ആളുകൾ, ഡോക്ടർ അജേഷ് അടക്കമുള്ള ആളുകൾ ആ സ്ഥലത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതും കാണാം. ഇതിനുശേഷമാവും ഇനി അടുത്ത എന്ത് നടപടികൾ എന്ന രീതിയിലേക്ക് എത്തുക. കാരണം വെടികൊണ്ട ശേഷം ആന എന്തൊക്കെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആനയുടെ നിപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങളെ അപഗ്രഥനം ചെയ്ത് അവർക്കത് കണ്ടെത്താൻ കഴിയും. കാരണം ആ വെടിയേറ്റ ശേഷം അതിന്റെ പ്രഭാവം ഉണ്ടോ, അല്ലെങ്കിൽ മയക്കം കാര്യമായി ഉണ്ടോ, മയക്കുവെടി കാര്യമായി ഏറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. എന്തായാലും അത്തരമൊരു വിലയിരുത്തൽ ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നു. അനന്തര നടപടിക്രമങ്ങൾ അധിക വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. അല്പസമയത്തിനകം ഈ മിഷൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തും, വിജയകരമായ പരിസമാപ്തിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേറ്റവും നിർണായകം ആയി മാറുന്ന ഘടകം ഈ കൃത്യ സമയത്ത് കൃത്യമായ ഇടത്തിൽ വെടിവെക്കുക എന്നത് തന്നെയാണ്. ആ വെടിവെപ്പ് കൃത്യമായി തന്നെ നടന്നിരിക്കുന്നു. ആ വെടികൊണ്ട കൊമ്പൻ അവിടെ നിന്നും 1 മീറ്റർ പോലും മാറാതെ അതേ ദിശയിൽ തന്നെ തലകൾ ആട്ടി ചെവി ആട്ടി മാത്രം നിൽക്കുന്ന ഒരു കാഴ്ച, അങ്ങേയറ്റം ശാന്തനായി ആന തുടരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. അല്പസമയത്തിനകം ഇനി കുങ്കിയാനകൾ രംഗപ്രവേശം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര സമയപരിധിയാണ് ഇനി അധികൃതർ ഇക്കാര്യത്തിൽ നൽകുന്നതെന്നാണ് നമുക്ക് കാണാൻ ഉള്ളത്. ആന ഇപ്പോഴും ആ വെടികൊണ്ട സ്ഥലത്ത് നിന്നും 1 ഇഞ്ച് പോലും മാറാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്കൊപ്പം ജിൻസ് കൂടിയുണ്ട്. ജിൻസ്, ഇനി എന്താണ് നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നത്? എത്ര നേരമാവും ഈ ആന ഈ സ്ഥലത്ത് നിന്നും കൊണ്ടുപോകാൻ എടുക്കേണ്ടത്? അതിന്റെ ഒരു മയക്കം തുടങ്ങിയെന്ന് തോന്നുന്നല്ലേ? ഒരു തരത്തിലുള്ളൊരു അനക്കവും ആനയിൽ പ്രകടമാണ്. തീർച്ചയായും ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ഈ യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇപ്പോൾ ഈ ആന നിന്ന സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിനെ മാറ്റാനുള്ള നടപടിയിലേക്കായിരിക്കും കടക്കുക. ഇരുട്ട് വീണു. അതിനോടൊപ്പം തന്നെ ഈ വാഴത്തോട്ടത്തിൽ നിന്നും ഉടനെ തന്നെ ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുക. കുങ്കിയാനകളെ മുത്തങ്ങിയിൽ നിന്നും കൊണ്ടുവന്നിരുന്നു. ഈ 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇതിനെ വാഹനത്തിൽ കയറ്റുക. അതിനുശേഷമായിരിക്കും ഇതിനെ കർണാടകയിലെ ബന്ദിപ്പൂർ കബനി മേഖലയിലേക്ക് തുറന്നുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും ഇതിന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏറെ നേരം ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഈ ആന നിന്നിരുന്നത്. എന്തായാലും മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളെല്ലാം തന്നെ വലിയ സഹകരണമുണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അനാവശ്യമായി പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും ഇന്ന് ഇതിനെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞതിൽ വലിയ വിജയമായി ഇന്ന് ഈ ദൗത്യസംഘം പറയുകയുണ്ടായി. എന്തായാലും ഉടനെ തന്നെ ഇവയെ മാറ്റാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കർണാടകയിൽ വലിയ ഭീതി വിതച്ച കടുവയായിരുന്നു പിന്നീട് 200 കിലോമീറ്റർ അകലെ മനതൊടിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനെ തിരുനെല്ലിയിൽ വെച്ച് കാണുകയുണ്ടായി. അന്ന് തന്നെ നാട്ടുകാർ ഉടനെ വിവരം അറിയിക്കുകയും ഈ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വനംവകുപ്പ് ഈ നാട്ടുകാരോട് പറഞ്ഞത് ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നായിരുന്നു. അതിനിടയിലാണ് ഈ
ഈ സ്ഥലത്തേക്ക് വീണ്ടും ഈ ആന എത്തിയുണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ 6 മണിയോടെയാണ് പായോട് ജനവാസ മേഖലയിൽ ആദ്യം ഒരു പാൽ കൊണ്ടുപോകുന്ന കർഷകൻ ഈ കാട്ടാനയെ കാണുന്നത്. അതിനുശേഷമാണ് വിവരം അറിയിക്കുകയും പിന്നീട് ആനയെ നിരീക്ഷിച്ചു വരികയും ചെയ്തത്. എന്തായാലും ആദ്യം ഈ മാനന്തവാടി അതുപോലെ തന്നെ മറ്റുള്ള ഈ നഗരത്തിലെ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഈ സ്ഥലത്താണ് ആദ്യം ഈ കാട്ടാന എത്തിയത്. എന്തായാലും യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഈ ആന ഇത്രയും നേരം ഉണ്ടായത് എന്നുള്ളതിൽ വലിയ ഒരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ ആനയെ ഈ വാഴത്തോട്ടത്തിലുള്ള ആനയെ ഉടൻ തന്നെ ഈ സമീപത്തെ ഗ്രൗണ്ടിലേക്ക് നീക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ വനംവകുപ്പ് സ്വീകരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു നിലവിലുള്ള ഈ വാഹനത്തിൽ കയറ്റുക. എന്തായാലും വനം വകുപ്പും കർണാടകയിലെ വനം വകുപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ വനം വകുപ്പും മറ്റു ഉദ്യോഗസ്ഥരും ഡോക്ടറടക്കമുള്ള വിദഗ്ധരടക്കമുള്ള എല്ലാവരും തന്നെ ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവർ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ഈ വാഴത്തോട്ടത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ധന്യ, അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെടികൊണ്ട കൊമ്പൻ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച. വലിയൊരു പ്രകോപനം ആനയുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും നടപടിക്രമങ്ങൾ ഒരു വശത്ത് വലിയ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൊമ്പന് മയക്കുവെടി വെച്ചതിന് ശേഷമുള്ള വളരെ നിർണായകമായ നിമിഷങ്ങളാണ് നടക്കുന്നത്. ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നു. മയക്കുവെടി വെച്ചതിന് ശേഷം ഇത്രയധികം സമയമായിരിക്കുന്നു. ആനയുടെ ചെവിയാട്ടൽ കുറഞ്ഞു എന്നുള്ളതാണ് ഇത് മയങ്ങുന്നതിന്റെ ലക്ഷണമായി കാണാൻ പറയുന്നത്. അത് കുറഞ്ഞിട്ടുണ്ട്. മയക്കത്തിലേക്ക് ആന കടക്കുന്നു എന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ ആനയുടെ കണ്ണുകെട്ടി കുങ്കിയാനകൾ അവിടെ നിന്ന് ആനയെ പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം അനിമൽ ആംബുലൻസിൽ കുങ്കിയുടെ സഹായത്തോടെ ആനയെ അനിമൽ ആംബുലൻസിൽ കയറ്റിയതിനു ശേഷം കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എലിഫന്റ് ആംബുലൻസും തയ്യാറായി നിൽക്കുകയാണ്. 12 മണിക്കൂറിലധികമാണ് ആന ഈ ജനവാസ മേഖലയിൽ ഇത്രയധികം ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് തമ്പടിച്ചത്. പല സ്ഥലങ്ങളിലായി മാറി മാറി നിന്ന ശേഷം വാഴത്തോട്ടത്തിലായിരുന്നു. വൈകിയ സമയത്തും അവിടെ നിന്ന് ആനയെ ദൗത്യ സംഘം പുറത്തേക്ക് എത്തിക്കുകയും കൃത്യമായി വെടിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയാണ് വളരെ നിർണായകമായ സമയം. മയക്കുവെടി വെച്ച അതേ സ്ഥലത്ത് തന്നെ ആന തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. കുങ്കികളെ ഉടൻ തന്നെ ആനയ്ക്ക് സമീപത്തേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എലിഫന്റ് ആംബുലൻസ് തയ്യാറായിരിക്കുന്നു. കർണാടക വനം വകുപ്പ് സംഘവും സ്ഥലത്തെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മിഷൻ പൂർത്തിയാക്കും എന്നാണ് അറിയുന്നത്. ആന മയക്കത്തിലേക്ക് പോയിരിക്കുന്നു. അനീഷ് വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, കുങ്കികളെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? ഇനി എത്ര സമയം എടുക്കുമെന്നാണ് പറയുന്നത്? പൂർണ്ണമായി മയക്കത്തിലാവുക എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ? അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയുടെ മയക്കം പൂർണ്ണമായി ഉദ്യോഗസ്ഥ സംഘം അല്പസമയത്തിനകം തന്നെ കുങ്കികളെ എത്തിക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. കുങ്കികളെ എത്തിച്ചതിന് ശേഷമായിരിക്കും വണ്ടിയിലേക്ക് ആനയെ കയറ്റാനുള്ള കാര്യങ്ങൾ നോക്കുക. അവിടെ തന്നെ മയക്കുവെടി കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കൊമ്പൻ. മയക്കുവെടി വെച്ച് ഏതാണ്ട് അരമണിക്കൂറോളമായി മയക്കത്തിലേക്ക് കടന്നിരിക്കുന്നു കൊമ്പൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാനന്തവാടിയിൽ ഇന്ന് മുഴുവൻ ഭീതി പടർത്തിയ തണ്ണീർക്കൊമ്പനെയാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, എന്തായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? കുങ്കികളെ
സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥർ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ അല്പസമയത്തിനകം ഒരു തീരുമാനത്തിലേക്ക് എത്തും. വെടിയുണ്ട ശേഷമുള്ള ആനയുടെ പെരുമാറ്റം അത് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ വിലയിരുത്തി വരികയാണ്. ആ മയക്കത്തിന്റെ ഒരു സ്വഭാവം, അതിന്റെ ശരീരചലനങ്ങളിൽ വരുന്ന മാറ്റം ഇവയൊക്കെ കൃത്യമായി നിരീക്ഷിക്കും. അതിനുശേഷമാവും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുക. ഇതേ നിപ്പിൽ ഒരുപാട് നേരം ആന നിൽക്കുകയാണെങ്കിൽ ചെവിയുടെയും തുമ്പിക്കയുടെയും മറ്റുമൊക്കെ ചലനം സാവധാനത്തിലേക്ക് കടന്നാൽ ആന ഒരു പൂർണ്ണ മയക്കത്തിലേക്ക് എത്തി എന്ന ഒരു നിഗമനത്തിൽ എത്താൻ കഴിയും. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഉദ്യോഗസ്ഥ സംഘം. അല്പസമയത്തിനകം അത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് നീങ്ങും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുശേഷമാവും ഈ കുങ്കിയാനയും സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ വിക്രമും ഒക്കെ കളത്തിലേക്ക് എത്തുകയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ അവസാന ഘട്ടത്തിലെ ഒരു വിലയിരുത്തലുകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആന മയങ്ങുന്നു എന്നാണ് അറിയുന്നത്. കുങ്കികളെ അല്പസമയത്തിനകം ആനയ്ക്കടുത്തേക്ക് എത്തിക്കും. തണ്ണീർക്കൊമ്പനെ മയക്കുവെടിവെച്ച് അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണ്. ചെവിയാട്ടം കുറഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കുങ്കികളെ അടുത്തേക്ക് എത്തിക്കും. അതാണ് അതിൻ്റെ ഒരു ലക്ഷണമായി മയക്കത്തിലേക്കായി എന്ന് പറയുന്നത്. ചെവിയാട്ടം നിലയ്ക്കുന്നതോടെ കുങ്കികളെ ഇറക്കും. കുങ്കികളെ ഇറക്കിയ ശേഷമാകും കൊമ്പനെ അവിടെ നിന്ന് എത്തിക്കുക. രാവിലെ മുതൽ ആരംഭിച്ച മിഷനാണ്. ഏതാണ്ട് 13-ാം മണിക്കൂറോടെയാണ് വെടിവെക്കാൻ സാധിച്ചത്. വരും നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. ആന മയങ്ങിയ സാഹചര്യത്തിൽ അതിനെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റേണ്ടതുണ്ട്. ഈ എലിഫന്റ് ആംബുലൻസും മറ്റെല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് കുങ്കിയെ ഇറക്കുക. കുങ്കി ഇറക്കിയ ശേഷം കൊമ്പനെ അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മയക്കുവെടി ഏറ്റ അതേ സ്ഥലത്ത് തന്നെയാണ് കൊമ്പൻ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കൊമ്പനെ പുറത്തേക്ക് എത്തിക്കുക, എലിഫന്റ് ആംബുലൻസിൽ കയറ്റുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇനി ബാക്കിയുള്ളത്. അതോടെ ഇന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലുമാണ് ദൗത്യസംഘം. നേരത്തെ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. കൊമ്പൻ പല സ്ഥലങ്ങളിലായി മാറി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഴത്തോട്ടത്തിനുള്ളിൽ പോയപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് കാണാൻ സാധിക്കാത്ത, വെടിവെക്കാൻ സാധിക്കാത്ത ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി കൊമ്പനെ പടക്കം പൊട്ടിച്ച് പുറത്തേക്ക് എത്തിക്കുകയും അവിടെ നിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായി മയക്കുവെടി വെക്കാനും ദൗത്യസംഘത്തിന് സാധിച്ചു. ഇനി ഉള്ളത് ഈ കുങ്കിയാനകളെ ഇറക്കുക, കണ്ണു മൂടുക, അതിനുശേഷം കുങ്കികളെ കൊണ്ട് എലിഫന്റ് ആംബുലൻസിലേക്ക് കൊമ്പനെ എത്തിക്കുക എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് ഇനി. സമയം 6:30 ആകാനിരിക്കുമ്പോൾ അവിടെ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ടാകും. അതിനു മുമ്പ് തന്നെ മിഷൻ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലുമാണ് ദൗത്യസംഘം. എലിഫന്റ് ആംബുലൻസ് തയ്യാറാണ്. കർണാടക വനവകുപ്പ് സംഘവും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 12 മണിക്കൂറിലധികമായാണ് ആന ഈ ജനവാസ മേഖല, രാവിലെ മുതൽ നമുക്കറിയാം ആന എവിടെയൊക്കെ എന്തൊക്കെ ഭീതി പരത്തി എന്നുള്ളത്. ഇത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ്, ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മാനന്തവാടിയിലെ പ്രദേശം. അവിടെ ആനയ്ക്ക് ഇത്ര മണിക്കൂറിന് ശേഷം മയക്കുവെടി വെച്ചിരിക്കുന്നു. വലിയ ദൗത്യമാണ് പൂർത്തിയായിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, വലിയ സക്സസ് ആയി എന്ന് പറയാറായിട്ടില്ലെങ്കിലും പക്ഷെ ഒരു പരിധി വരെ പകുതിയോളം ആശ്വാസകരമാണ് കാര്യങ്ങൾ. ഇനി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതിന് എത്ര സമയമാണ് ഇവർ പറയുന്നത്? കൂടിയാലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതിൽ കൃത്യമായൊരു തീരുമാനം അധികൃതരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം ആനയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അതിനുശേഷമാവും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും വെടി കൊണ്ടിരിക്കുന്നു, ആന ഒരു മയക്കത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതിനുശേഷം ഉള്ള അനന്തര നടപടിക്രമങ്ങൾ അധികം വൈകില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ഉദ്യോഗസ്ഥരുടെ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമെല്ലാം ആ വാഴത്തോപ്പിനിപ്പുറമുള്ള വിശാലമായ സ്ഥലത്ത് തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച. മറുവശത്താണ് കുങ്കിയാനകളെയും മറ്റുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ ആനയുടെ മയക്കം പൂർണ്ണമായി കഴിഞ്ഞാലാവും കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കുക.
വെടികൊണ്ട ആന ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. ഉദ്യോഗസ്ഥർ താഴെ കാര്യങ്ങൾ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇടത്തെ പിൻകാലിന് മുകളിലായി കൃത്യമായി മയക്കുവെടി വെച്ചു. മയക്കുവെടി കൊണ്ട അതേ സ്ഥലത്ത് ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. മിഷൻ തണ്ണീർ അവസാന ഘട്ടത്തിലേക്ക്, വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തണ്ണീർക്കൊമ്പന് അല്പസമയത്തിനകം കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയ ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകും. കർണാടക വനവകുപ്പ് സംഘവും സ്ഥലത്ത് സജ്ജമാണ്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മിഷൻ തണ്ണീർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.